ഡാൻസ് ഹൗസ് സംഘത്തിൻ്റെ ഹോട്ടൽ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ വിശദീകരണം നൽകണം. പോലീസ് ഇന്ന് നടന് നോട്ടീസ് അയക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് കാട്ടിയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ് അയക്കുക. തൃശ്ശൂരിലെ വീട്ടിലേക്ക് അയക്കുന്ന നോട്ടീസിൽ പരിശോധനയ്ക്കിടെ എന്തിന് ഓടിപ്പോയെന്ന് വിശദീകരിക്കണമെന്നും ആവശ്യപ്പെടും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ് ഗോപാൽ, ഷൈൻ ടോം ചാക്കോ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസിന് ഇതുവരെയായും കണ്ടെത്താൻ ആയിട്ടില്ല. കേരളത്തിന് പുറത്താണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴിതാ എന്തായാലും പോലീസ് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് എന്തിന് ഇറങ്ങി ഓടി എന്ന് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറയുന്നത്? നോട്ടീസ് നൽകി കഴിഞ്ഞ് നോട്ടീസിൽ പറയുന്നത് നാളെ തന്നെ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഇത്തരം പോലീസിന്റെ ഒരു സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ നാളെ ഷൈൻ ടോം ചാക്കോ ഹാജരാവാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അതിന് കൂടുതൽ സമയം ചോദിച്ചുകൊണ്ട് ഉള്ള നടപടിയിലേക്ക് ഷൈൻ ടോം ചാക്കോ കടക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച എന്തു തന്നെയായാലും മറ്റ് നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിന്, മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് മുന്നിൽ അവിടെ എത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് സ്റ്റേഷനിൽ ഹാജരാകാമെന്നൊരു നിലപാടിലേക്ക് ഷൈൻ ടോം ചാക്കോ പോകാനാണ് സാധ്യത. നിലവിൽ പോലീസ് നൽകിയിരിക്കുന്ന നോട്ടീസ് അടിയന്തരമായി തന്നെ നാളെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽ നമ്പ്യാർ. സുധീഷ്, ഷൈൻ ടോം ചാക്കോ കേരളത്തിലേക്ക് തിരിച്ച് എത്തിയോ അതോ ഇപ്പോഴും കേരളത്തിന് വെളിയിൽ തന്നെയാണോ കഴിയുന്നത്? അനിൽ നമ്പ്യാർ, പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ ഇപ്പോഴും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്ന് പുലർച്ചെ തന്നെ, അതായത് ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഓടിയതിനു ശേഷം മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പുലർച്ചെ 3 മണിക്ക് ശേഷം പുറപ്പെട്ട് തൃശ്ശൂർ പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് കടന്നു എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോഴും പൊള്ളാച്ചിയിൽ തുടരുന്നു എന്നതാണ് പോലീസിന്റെ അനുമാനം. ഇതേസമയം ഷൈൻ ടോം ചാക്കോ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ നോട്ടീസുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിൽ നിയമ ഉപദേശവും തേടുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്ന കാര്യം. അതിന്റെ തുടർച്ചയായി പോലീസിന് മുന്നിൽ ഹാജരാകാമെന്നതാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എടുത്തിരിക്കുന്ന നിലപാട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നർക്കോട്ടിക് SP വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കാൻ തക്ക തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നോട്ടീസിനെ ഷൈൻ ടോം ചാക്കോ ലാഘവത്തോടെ കാണുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തുതന്നെയായാലും നാളെ ഹാജരാകില്ല എന്ന സൂചനകളാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് എന്നാൽ നാളെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് നൽകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽ നമ്പ്യാർ. ഷൈൻ ടോം ചാക്കോയ്ക്ക് നാളെ തന്നെ ഹാജരാകണമെന്ന് കാണിച്ച് പോലീസ് നോട്ടീസ് അയക്കും. പക്ഷേ നാളെ ഹാജരാവാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷൈൻ ടോം ചാക്കോ ഇപ്പോഴും പൊള്ളാച്ചിയിൽ തന്നെ കഴിയുകയാണ് എന്നും കരുതുന്നു.